എന്നിട്ട് നരകവാസികൾ പറയുന്ന വാക്കുകളുണ്ട്, എന്റെ പണം എനിക്ക് ഉപകാരം ചെയ്തില്ലല്ലോ. ഞാൻ വലിയ മുതലാളിയായിരുന്നു, എന്റെ അടുക്കൽ ഒരുപാട് പണമുണ്ടായിരുന്നു, വേണ്ടതെല്ലാം പൈസ കൊടുത്ത് ഞാൻ വാങ്ങിയിരുന്നു ദുനിയാവിൽ വെച്ച്. പക്ഷേ ഈ ലോകത്തെത്തി നോക്കുമ്പോ എന്റെ പണം എനിക്ക് ഉപകരിക്കാതെ പോയല്ലോ. മാത്രമല്ല ഹലക അന്നീ സുൽത്താനിയ, എന്റെ സ്വാധീനം എന്നിൽ നിന്ന് നശിച്ചു പോയല്ലോ. ദുനിയാവിൽ ഞാൻ വലിയ നേതാവാണ്, ദുനിയാവിൽ ഞാൻ വലിയ നേതാവായിരുന്നു, എന്റെ സ്വാധീനം കൊണ്ട് ഞാൻ എന്തും വെട്ടിപ്പിടിക്കുമായിരുന്നു, എന്റെ സ്വാധീനം കൊണ്ട് എനിക്ക് അവിടെയൊക്കെ സ്ഥാനം കിട്ടുമായിരുന്നു. പക്ഷേ ഈ ലോകത്ത് വന്നു നോക്കുമ്പോ എന്റെ പണം എനിക്ക് ഉപകാരം ചെയ്തില്ലല്ലോ. ഹലക അന്നീ സുൽത്താനിയ, എന്റെ അധികാരവും എന്റെ സ്വാധീനവും എന്നെ നശിച്ചുപോയി, എന്നെ നശിപ്പിച്ചല്ലോ, അതെന്നിൽ നിന്ന് വിട്ടുപോയല്ലോ. അങ്ങനെ വിലപിക്കുമ്പോ അള്ളാഹ്ക്ക് വല്ല അലിവും തോന്നുമോ? പരലോകത്ത് വെച്ച് നാം അങ്ങനെ എഴറായി കുറ്റബോധത്തോടെ കരയല്ലേ നരകത്തിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ പരലോകത്തൊന്നും പറയല്ലേ എന്നുള്ള നിലയ്ക്ക് നമുക്ക് വല്ല ഇളവോടെ ഉണ്ടാകുമോ സുഹൃത്തുക്കളെ? ഇല്ല. തുടർന്നുകൊണ്ട് അള്ളാഹ് എന്താ പറഞ്ഞത്? അങ്ങനെ കരഞ്ഞ് വട്ടഹസിച്ച് വിലപിച്ച് നിലവിളിക്കുന്നവനെ കുറിച്ച് അള്ളാഹ് പറയാണ്. മലക്കുകളോട് ഉടനെ അള്ളാഹ് പറയും, ഖുദൂഹു ഫഗുല്ലൂഹു സുമ്മൽ ജഹീമ സല്ലൂഹു സുമ്മ ഫീ സിൽസിലത്തിൻ സബഉഹാ സുമ്മ ഫീ സിൽസിലത്തിൻ ദറുഹാ 70 ദിറാഅൻ ഫസ്ലുകൂ. പിടിക്കൂ മലക്കുകളെ, അവനെ ബന്ധിക്കൂ, അവനെ 70ഓളം മുഴമുള്ള ചങ്ങലകളിൽ കെട്ടി വരിഞ്ഞിട്ട് അവന്റെ കഴുത്തിലിട്ട് വലിച്ചിട്ട് മുഖം കുത്തി വലിച്ചിട്ട് വലിച്ചെറിയൂ അവന് നരകത്തിലേക്ക് എന്നാണ് അള്ളാഹ് പറയുന്നത്. ആ മനുഷ്യനാണ് വിലപിക്കുന്നത്. അവനെ അതാ നരകത്തിലേക്ക് എറിയപ്പെടുകയാണ്. സുമ്മൽ ജഹീമ സ്വല്ലൂ സുമ്മ ഫീ സിൽസിലത്തിൻ ദറുഹാ 70 ദിറാഅൻ ഫസ്ലുകൂ ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അദീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ. അവൻ അല്ലാഹുവിൽ ശരിക്ക് വിശ്വസിച്ചിരുന്നില്ല, പാവങ്ങൾക്ക് അവൻ ആഹാരം കൊടുത്തിരുന്നില്ലെന്ന് മാത്രമല്ല, അവൻ കൊടുത്തില്ലെന്നത് പോകട്ടെ, ഉള്ളവരെ കൊണ്ട് കൊടുപ്പിക്കാൻ ഒരു നല്ല വാക്ക് പറഞ്ഞ് പ്രോത്സാഹനം പോലും അവൻ ചെയ്യാത്തത്ര പിശുക്കനായി കൊണ്ടാണ് അവൻ ജീവിച്ചത്. ഫലൈസ ലഹുൽ യൗമ ഹാഹുനാ ഹമീം വലാ തുആമുൻ ഇല്ലാ മിൻ ഗിസ്ലീൻ ലാ യഅകുലുഹു ഇല്ലൽ ഖാതിഊൻ. അവന് അതാ അവിടെ ഒരു കൂട്ടുകാരും അവനെ രക്ഷപ്പെടുത്താനില്ല. ഫലൈസ ലഹുൽ യൗമ ഹാഹുനാ ഹമീം, ഇവിടെ അവന് ഒരു ഉറ്റ മിത്രവും ഇവിടെ കാണാനില്ല. ദുന്യാവിൽ അവൻ എന്ത് ചെയ്യുമ്പോഴും അവനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാനും, നീ തന്നെയാണ് ആൺകുട്ടി എന്ന് പറയാനും, നീ തന്നെയാണ് ഏറ്റവും നല്ല റൂട്ടിലെന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കാനൊക്കെ പലരുമുണ്ടായിരുന്നു. പക്ഷേ അവരെ ആരെയും കാണുന്നില്ലല്ലോ അവൻ ഈ ലോകത്ത്. ഫലൈസ ലഹുൽ യൗമ ഹാഹുനാ ഹമീം, അവന് ഒരു ഉറ്റ ബന്ധുവിനെയും ഒരു ചങ്ങാതിയെയും കാണാനില്ല. നീ അവന് കിട്ടാനുള്ള ഭക്ഷണം അവന് ഗസ്ലീനാണ്, ആ ദുർഗന്ധം വമിക്കുന്ന നരകീയമായ ഭക്ഷണം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. തഖ്വ ഉണ്ടാകണമെങ്കിൽ പരലോകത്തിൽ ഇതൊക്കെ അടിയുറച്ച് വിശ്വസിക്കണം എന്നാണ് പറയുന്നത്. ഇതൊക്കെ ഉണ്ടാവണം. ഈ സൂറത്ത് ആല ഇമ്രാനിലേക്ക് കടന്നാൽ അവിടെയും കുറെ ഗുണങ്ങൾ പറയുന്നുണ്ട്. അല്ലാഹുവോട് അവരെപ്പോഴും നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അസ്സാബിരീന വസ്സാദിഖീന വൽഖാനിതീന വൽമുൻഫിഖീന വൽമുസ്തഗ്ഫിരീന ബിൽഅസ്ഹാർ. 5 എണ്ണം ഒരൊറ്റായത്തിൽ പറഞ്ഞു ആലി ഇമ്രാൻ സൂറത്തിൽ. മുത്തഖീങ്ങളെ ഗുണം പറയണം. الصابرين والصادقين والقانتين والمنفقين والمستغفرين بالأسحار. ഒന്നാമത് പറഞ്ഞത് സാബിരീന, അവർ നല്ല ക്ഷമയുള്ളവരാണ്. മുത്തഖിയാവണോ? ക്ഷമ വേണം. ക്ഷമിക്കുന്നവർക്കേ തഖ്വ ഉണ്ടാവുകയുള്ളൂ. കാരണം നല്ലത് ചെയ്യണമെങ്കിലും ക്ഷമ വേണം. പള്ളിയിൽ കൃത്യമായി ജമാഅത്തിന് എത്തണമെങ്കിൽ നല്ല ക്ഷമയുള്ളവനെ കഴിയൂ. സൽക്കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ നല്ല ക്ഷമ വേണം. രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണമെങ്കിൽ ക്ഷമ വേണം. ഉറങ്ങുമ്പോൾ ഉദു എടുക്കണമെങ്കിൽ പോലും ക്ഷമ വേണം. ഏത് സൽക്കർമ്മങ്ങൾ ചെയ്യണമെങ്കിലും ക്ഷമ വേണം. ക്ഷമയില്ലാത്തവന് കർമ്മം ചെയ്യാൻ കഴിയൂല. വിശുദ്ധ ഖുർആൻ എടുത്തിട്ട് ഒരു പേജ് ഓതുമ്പോഴേക്ക് ക്ഷമകേട് കൊണ്ട് അടച്ചു വെക്കുന്നു.
അതങ്ങ് അടച്ചു വെച്ചിട്ട് ഫോൺ എടുത്തിട്ട് വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ നീ ഇങ്ങനെ സമയം പോകുമ്പോ മണിക്കൂർ 1ഉം 2ഉം പോയാലും വിഷമം തോന്നുന്നില്ല. അതേ അവസരത്തിൽ ഖുർആൻ ഓതുമ്പോ 2 പേജ് പൂർത്തിയാക്കാൻ കഴിയുമ്പോഴേക്ക് അതേ കോട്ടുമായിട്ടോ വിഷമം തോന്നി മടക്കി വെക്കുന്നു. സൽക്കർമ്മം ചെയ്യണോ, നല്ല ക്ഷമ വേണം. തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കാനും ക്ഷമ വേണം. തെറ്റ് ചെയ്യാതിരിക്കണമെങ്കിലും നല്ല ക്ഷമ വേണം. എല്ലാ സൗകര്യവും തെറ്റ് ചെയ്യാനുണ്ടായിട്ടും തെറ്റ് ചെയ്യാൻ കഴിയാതെ എനിക്ക് വിട്ടു നിൽക്കണമെങ്കിൽ നല്ല സഹനം വേണം. അതുപോലെ തന്നെ അള്ളാന്റെ പരീക്ഷണങ്ങൾ വരുമ്പോഴും നല്ല ക്ഷമയും സഹനവും ഉണ്ടെങ്കിലേ തഖ്വയോടെ ജീവിക്കാൻ കഴിയുകയുള്ളൂ. അതാണ് അവിടെ അള്ളാഹ് പറയുന്ന സാബിരീൻ, സഹനമുള്ളവരാണ് മുത്തഖീങ്ങൾ. പിന്നെ വസ്സാദിഖീൻ, ജീവിതത്തിൽ സത്യം മാത്രം പറയുന്നവനെ മുത്തഖിയാവുകയുള്ളൂ. സത്യം പറയുന്നവരാണ് മുത്തഖീങ്ങൾ. സത്യമേ പറയാവൂ, സത്യത്തിന്റെ കൂടെ മാത്രമേ നിൽക്കാവൂ, സത്യം പറയുന്നവരുടെ കക്ഷിയിലെ ചേർന്ന് നിൽക്കാവൂ, സത്യത്തിന്റെ കൂടെ മാത്രമേ അണിചേരാവൂ, സത്യം മാത്രമേ നീ പ്രബോധനം നടത്താവൂ, സത്യസന്ധമായി മാത്രമേ നീ ഇടപാട് നടത്താവൂ. സത്യസന്ധമായിട്ടായിരിക്കണം നിന്റെ കുടുംബ ജീവിതം, സത്യസന്ധമായിരിക്കണം നിന്റെ ഇടപാടുകൾ മുഴുവനും. അങ്ങനെ ജീവിതത്തിൽ വസ്സാദിഖീൻ, സത്യം മാത്രം അവര് പറയുന്നവരാണ്. വൽ ഖാനിതീൻ, നല്ല പടച്ചവനെ പേടിയുള്ള അടക്കമുള്ള ഒതുക്കമുള്ളവരാണ്. വൽ മുൻഫിഖീൻ, ചെലവഴിക്കുന്നവരാണ്. അവിടെയും പറഞ്ഞോ, ചെലവഴിക്കുന്നവരാണ്. വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, രാവിന്റെ അവസാന സമയങ്ങളിൽ എഴുന്നേറ്റിട്ട് അല്ലാഹ് പുറത്തു തരണേ എന്ന് പാതിരാവും കഴിഞ്ഞ് രാവിന്റെ അവസാന സമയങ്ങളിൽ സുബഹിയാകുന്നതിന്റെ മുമ്പ് എഴുന്നേറ്റ് അവര് അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നവരാണ്. അവരാണ് മുത്തഖീങ്ങൾ. الذين يقولون ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار. അല്ലാഹുവേ, ഞങ്ങൾക്ക് പുറത്തു തരണേ, ഞങ്ങൾ നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തു തരണം, ഞങ്ങളുടെ പാപങ്ങളൊക്കെ നീ മൂടിവെക്കണം, നരകത്തിയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുകൊള്ളണേ. സൂറത്ത് ആല ഇംറാനിൽ വന്നൊരു ഭാഗമാണ്. ഇതൊക്കെ മുത്തഖീങ്ങളുടെ ഗുണമാണ്. ഇനി അതാ അതേ സൂറത്തിൽ തന്നെ പരിശോധിച്ചു നോക്കിയാൽ വീണ്ടും കാണാം, അല്ലദീന യുൻഫിഖൂന അംവാലഹും ഫിസ്സറാഇ വദ്ദറാഇ വൽകാളിമീനൽ ഗൈള വൽആഫീന അനിന്നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫിറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് വലം യുസിറൂ അലാ മാ ഫഅലൂ വഹും യഅലമൂൻ. അവിടെയും ഒരു 4-5 ഗുണങ്ങൾ എടുത്തു പറഞ്ഞു. അവിടെ എന്തൊക്കെ പ്രത്യേകം എടുത്തു പറഞ്ഞത്? അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ, സന്തോഷത്തിലും സന്താപത്തിലും ഒക്കെ അവർ ചെലവഴിക്കും. ചില ആൾക്കാരൊക്കെ എന്തെങ്കിലും ഒരു ധർമ്മം കൊടുത്ത് കിട്ടണമെങ്കിൽ അവന് വല്ല സങ്കടവും വരണം. അല്ലാഹു തആല പറയാണ്, അവനല്ല മുത്തഖീ. സന്തോഷം ഉണ്ടാവുമ്പോഴും സ്വതക്ക ചെയ്യണം, സങ്കടം ഉണ്ടാവുമ്പോഴും സ്വതക്ക ചെയ്യണം, ഞെരുക്കുണ്ടാവുമ്പോഴും സ്വതക്ക ചെയ്യണം, എളുപ്പമുണ്ടാവുമ്പോഴും സ്വതക്ക ചെയ്യണം, ഉന്മേഷം ഉണ്ടെങ്കിലും സ്വതക്ക ചെയ്യണം, ഉന്മേഷമില്ലാത്ത മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുകയാണെങ്കിലും സ്വതക്ക ചെയ്യണം. എപ്പോഴും ചെലവഴിക്കാൻ എപ്പോഴാണോ ആവശ്യപ്പെടുന്നത് അപ്പൊക്കെ ചെലവഴിക്കണം, അവനേ മുത്തഖിയാകൂ. അവിടെ അല്ലാഹ് അങ്ങനെ എടുത്തു പറഞ്ഞു. യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ, സന്തോഷഘട്ടത്തിലും സന്താപഘട്ടത്തിലും അവർ ചെലവഴിക്കും. പിന്നെ പറഞ്ഞത് വൽ കാളിമീനൽ ഗൈള, മുത്തഖിയാവണമെങ്കിൽ അടുത്ത ലക്ഷണം വൽ കാളിമീനൽ ഗൈള, കോപം ഒതുക്കുന്നവരുമാകുന്നു. ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് മുത്തഖി. കാളിമീനൽ ഗൈള, കോപത്തെ ഒതുക്കുന്നവർ. കോപത്തെ ഒതുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരാളോട് പറഞ്ഞു, അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു, പ്രവാചകരെ, അള്ളാഹുവിന്റെ റസൂലിനോട് ആവശ്യപ്പെട്ടു, അള്ളാന്റെ റസൂലേ, എനിക്ക് നല്ല കാര്യം കൊണ്ട് ഉപദേശിച്ചാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ലാ തഗ്ളബ്, കോപിക്കരുത്. കാരണം അദ്ദേഹം ദേഷ്യം പിടിക്കുന്ന ഒരു മുൻകോപക്കാരനായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അതുകൊണ്ട് ഔസിനി നബിയെ, എനിക്ക് വല്ല വസിയത്തും പറഞ്ഞു തരൂ, എന്നെ ഒന്ന് ഉപദേശിക്കൂ എന്ന് നബി തങ്ങളോട് ആവശ്യപ്പെട്ടപ്പോ ആ മനുഷ്യനോട് അള്ളാന്റെ റസൂൽ പറഞ്ഞ എന്താണ്? ലാ തഗ്ളബ്, നീ ദേഷ്യം പിടിക്കരുത്.
അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ അതല്ല എനിക്ക് വേണ്ട, എനിക്കൊരു ഉപദേശം തരൂ. അല്ലാഹുവിന്റെ റസൂൽ രണ്ടാമത് പറഞ്ഞു, ലാ തഗ്ളബ്, ദേഷ്യം പിടിക്കരുത്. മൂന്നാമത് വേള പറഞ്ഞു, അല്ല നബി അതിർക്ക് മനസ്സിലായി, എനിക്കൊരു ഉപദേശം തരൂ, ലാ തഗ്ളബ്, ദേഷ്യം പിടിക്കരുത്. അപ്പൊ എന്താണ്? മനുഷ്യന്റെ സ്വഭാവം നന്നാവണം, എന്നാലേ മുത്തഖിയാവുള്ളൂ. എന്ത് ദുസ്വഭാവ നമ്മളിലുള്ളതും നമ്മൾ കണ്ടുപിടിക്കണം. എന്തൊക്കെ ദുസ്വഭാവ എന്നിലുള്ളതും ഞാൻ കണ്ടുപിടിക്കണം, ഒക്കെ മാറ്റണം, അല്ലെങ്കിൽ മുത്തഖിയാവൂല. അതാണ് വൽ കാളിമീനൽ ഗൈള, ദേഷ്യത്തെ ഒതുക്കുന്നവനാണ്. വൽ ആഫീന അനിന്നാസ്, താൻ ജീവിക്കുന്ന ജനങ്ങളിൽ നിന്ന് എപ്പോഴും നല്ല പെരുമാറ്റം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ജനങ്ങൾ ഒരുപക്ഷെ നമ്മോട് ചിലപ്പോ മോശമായി പെരുമാറിയാലും തിരിച്ചങ്ങോട്ട് മോശമായിട്ട് പെരുമാറാതെ ജനങ്ങളിൽ നിന്ന് തനിക്ക് കിട്ടിയിട്ടുള്ള അവരിൽ നിന്നുള്ള അബദ്ധങ്ങളെ പുറത്തു കൊടുക്കാൻ കഴിവുള്ള, അത് വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കാൻ കഴിവുള്ളവനുമാണ് മുത്തഖീങ്ങൾ. ജനങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യുന്നവരുമാണ് തഖ്വയുള്ളവരെന്ന് അല്ലാഹു പഠിപ്പിക്കുന്നു. അല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, സുകൃതം ചെയ്യുന്നവരെ, നല്ലവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. പിന്നെ പറയാണ്, അവരിൽ നിന്ന് വല്ല തെറ്റുകളും വന്നുപോയാൽ അവർ ഉടനെ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങും. ആ തെറ്റിനങ്ങനെ ന്യായീകരിച്ച് ആ തെറ്റിൽ തന്നെ അവർ പിടിച്ചു നിൽക്കൂല, അവർ ഉടനെ പശ്ചാത്തപിച്ച് മടങ്ങും. മുത്തഖീങ്ങൾ അവരാണ്. മുത്തഖീങ്ങളൊന്നും അബദ്ധം ഉണ്ടാവുന്ന അർത്ഥം, മനുഷ്യനല്ലേ, അബദ്ധങ്ങൾ സംഭവിക്കും. അബദ്ധം സംഭവിക്കാത്തവരായിട്ട് മനുഷ്യരുടെ കൂട്ടത്തിൽ ആരാളുള്ളത്? അള്ളാന്റെ പ്രത്യേക കാവലുള്ള അമ്പിയാക്കളല്ലാതെ മറ്റുള്ളവർക്കൊക്കെ അബദ്ധങ്ങൾ വലുതും ചെറുതൊക്കെ സംഭവിക്കൂലേ? അത് സംഭവിച്ച ഉടനെ തന്നെ പിന്നെ അവരതിന് ന്യായീകരിച്ച് കടിച്ചു തൂങ്ങാതെ ഉടനെ ആ തെറ്റില്ലെന്ന്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതൊരു തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായാ പിന്നെ അതൊരാളെനിക്ക് ബോധ്യപ്പെടുത്തി തരികയോ അല്ലെങ്കിൽ എനിക്ക് സ്വയം തന്നെ എന്റെ വായനയിലൂടെയും പഠനത്തിലൂടെയും ഒക്കെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ തെറ്റ് ചെയ്യരുത്, പിന്നെ ഞാനതിനെ ന്യായീകരിക്കരുത്. ആ ഇത്ര കാലം ഞാൻ അങ്ങനെ ഹറാമാ ചെയ്ത്, ഇനി അത് ഒഴിവാക്കി ഞാൻ ഉടനെ മാറ്റം വന്നു. അതാ മുത്തഖി. വലം യുസിറു അലാ മാ ഫഅലൂ എന്നാണ് പറഞ്ഞത്. അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തിന്മയിൽ അവരിങ്ങനെ കടിച്ചു തൂങ്ങി പിടിച്ചു നിന്ന് അതിൽ തന്നെ ഇങ്ങനെ അവരുടെ ജീവിതത്തെ നിലനിർത്തൂല, അവരതിൽ സ്ഥിരമായി നടക്കൂല, ഉടനെ അവർ പശ്ചാത്തപിച്ച് മടങ്ങിപ്പോകും. അവരാണ് യഥാർത്ഥത്തിലുള്ള മുത്തഖീങ്ങൾ എന്ന് അല്ലാഹു തആല പഠിപ്പിക്കുന്നു. അപ്പൊ ഈ 2-3 ആയത്തുകളിലൂടെ സുഹൃത്തുക്കളെ എല്ലാ വിഷയങ്ങളിലേക്കുമുള്ള സൂചന അല്ലാഹു തന്നു കഴിഞ്ഞു. മുത്തഖീങ്ങൾക്കുണ്ടാകേണ്ട ഒന്നാമത്തെ ഈമാൻ, യുമിനു ബിൽ ഗൈബി പറഞ്ഞു. പിന്നെ കർമ്മരംഗത്ത് നിസ്കാരം പറഞ്ഞു, സക്കാത്ത് പറഞ്ഞു, ആ കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ നമ്മുടെ സ്വഭാവം നന്നാവണം എന്ന് പറഞ്ഞു, നമ്മളെ ഇടപാടുകൾ നന്നാവണം എന്ന് പറഞ്ഞു, സമ്പത്ത് ശരിയാവണം എന്ന് പറഞ്ഞു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ജനങ്ങളോടുള്ള സംസാരം, പെരുമാറ്റം, ഇടപഴക്കം എല്ലാം പറഞ്ഞു. ദേഷ്യം നിയന്ത്രിക്കുക, തന്നെ നിയന്ത്രിക്കുക, കോപിക്കാതിരിക്കുക, എല്ലാം പറഞ്ഞു. അപ്പൊ മുസ്ലിം മുത്തഖിയാവണമെങ്കിൽ എന്താണ് തഖ്വ? അള്ളാഹു കൽപ്പിച്ചതൊക്കെ ചെയ്യുകയും അള്ളാഹു വിരോധിച്ചതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യലാണ് തഖ്വ. ഇംതിസാലു അവാമിരില്ലാഹ് വജ്തിനാബു നവാഹീഹി, അള്ളാഹുവിന്റെ കൽപ്പനകളെ ശിരസാവഹിക്കലും അള്ളാഹുവിന്റെ വിരോധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കലുമാണ് തഖ്വ. അതാണ് തഖ്വ. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞതും യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി, വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട നിലക്ക് നിങ്ങൾ സൂക്ഷിക്കണം. കുടുംബത്തിൽ തഖ്വ, എല്ലാ രംഗത്തും തഖ്വ എന്ന് പറഞ്ഞ ആണും പെണ്ണും ഒക്കെ ഇസ്ലാമിന്റെ നിയമങ്ങൾ ഇസ്ലാം പഠിപ്പിച്ച നിയമങ്ങളൊക്കെ പാലിക്കും. അവിടെയാണ് നമ്മൾക്ക് ഈ തെറ്റിപ്പോകുന്നത്. നിയമങ്ങളൊക്കെ അറിയാത്തവരായിട്ട് ആരാളുള്ളത്? എല്ലാവർക്കും അറിയാം. പക്ഷെ ആ നിയമത്തെ ലംഘിക്കുന്നു. എന്തിനു വേണ്ടി? നമ്മുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി. മക്കൾക്ക് വേണ്ടി ബാപ്പമാര് ആ നിയമം ലംഘിക്കുന്നു, ബാപ്പ പറഞ്ഞിട്ട് മക്കൾ അത് ലംഘിക്കുന്നു. ഭർത്താവിന് വേണ്ടി ഭാര്യ അത് ലംഘിക്കുന്നു, ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് അള്ളാന്റെ നിയമം ലംഘിക്കുന്നു. ഇസ്ലാം പഠിപ്പിച്ച നിയമങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു. ഇസ്ലാം പഠിപ്പിക്കുന്നു തഖ്വ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും വേണം. ഈ പറഞ്ഞതൊക്കെ ഉണ്ട്. ഉമ്മാനെ തല്ലും പറഞ്ഞാലോ, വാപ്പാനെ തല്ലും ഉമ്മാനെ തല്ലും, പൊളിച്ച തെറിയ പറയുള്ളൂ, ഫോൺ എടുത്താലും അല്ലെങ്കിലും ആദരവിന്റെ ഒരു വർത്താനം ഉമ്മാനോടും ഉപ്പാനോടും ഇല്ലാതെ തഖ്വ ഉണ്ടാകുമോ? ഉണ്ടാവില്ല. ഏറ്റവും അള്ളാഹു കഴിഞ്ഞാൽ ഏറ്റവും കടപ്പെട്ടത് സൃഷ്ടികളിൽ നമുക്ക് അള്ളാഹു നമ്മോട് കൃത്യമായി പറഞ്ഞത് വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോടുള്ള കടമ. എനിക്കെന്റെ ഉമ്മയും വാപ്പയും വലുതാണ്, ഓരോരുത്തർക്കും അവരവരുടെ ഉമ്മയും വാപ്പയും വലുതാണ്. അവർക്ക് കടമയുണ്ട്, കടപ്പാടുകളുണ്ട്.
എന്റെ ഉമ്മയോടും ബാപ്പയോടും ഞാൻ കടമ നിലനിർത്തുന്നു, നിന്റെ ഉമ്മയോടും ഉപ്പയോടും നീ കടമ നിലനിർത്തണ്ട എന്ന് ഒരു ഭർത്താവിനോടും പറയാൻ പാടില്ല, ഒരു ഭാര്യക്കും പറയാൻ പാടില്ല. ഒരു ഭർത്താവിനെ അതിന് നിർബന്ധിക്കാനും പാടില്ല. ചില പെണ്ണുങ്ങളുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് അയാളെ വാപ്പാനെയും മാനിയിട്ട് അയാളും തെറ്റിക്കും. അല്ല, ഇവൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, ഓളെ വാപ്പിമ്മയല്ലല്ലോ. എന്നിട്ട് അവൾക്ക് ചിലതൊക്കെ നേടിയെടുക്കാൻ വേണ്ടി ഭർത്താവിനെ പറഞ്ഞിട്ട് ആ ഭർത്താവിന്റെ ബാപ്പയും ഉമ്മയായിട്ട് തെറ്റിക്കും. എന്താ, അവൾക്ക് ചില കാര്യങ്ങൾ നേടാനുണ്ട്. അവളുടെ വാപ്പാടിയും ഉമ്മാടിയും കാര്യം പറയുമ്പോഴോ അവൾ വളരെ സ്ട്രോങ് ആയിരിക്കും. നേരെ തിരിച്ചുണ്ട്. എന്റെ ഉമ്മാടി ഉപ്പാടിയും കാര്യത്തിൽ ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണ്, അവളുടെ ഉമ്മാടി ഉപ്പ അതൊന്നും ഞാൻ അറിയണ്ട. ഇതൊക്കെ മുത്തഖീങ്ങളായ ആളുകളുടെ ജീവിതത്തിൽ അവരുടെ തഖ്വക്ക് വിരുദ്ധമായി വരുന്ന കാര്യങ്ങളാണ്. എല്ലാ രംഗത്തും വേണം സൂക്ഷ്മത, എല്ലാ രംഗത്തും വേണം തഖ്വ എന്ന് ഇസ്ലാം പറയുന്നു. അത് ജീവിതത്തിൽ ആളുകളോട്ടുള്ള പെരുമാറ്റത്തിലും കടമകൾ നിർവഹിക്കുന്നതിലും ഭാര്യ, ഭർത്താവ്, മാതാപിതാക്കൾ, മക്കൾ എല്ലാവരും ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? എനിക്ക് കിട്ടേണ്ടത് കിട്ടിയില്ല. എല്ലാവരും അതാണല്ലോ പ്രശ്നം. ഭർത്താവ് ചിന്തിക്കുകയാണ് ഭാര്യ എന്നോടുള്ള കടമ നിർവഹിക്കുന്നില്ല. അതേ അവസരത്തിൽ അയാൾ വേറൊന്നും കൂടെ ചിന്തിക്കണ്ടേ, ഞാൻ അങ്ങോട്ടുള്ള കടമ നിർവഹിക്കുന്നുണ്ടോ? കിട്ടാനുള്ളത് മാത്രം ഓർത്തു വെക്കുക, കൊടുക്കാനുള്ളത് ഓർക്കാതിരിക്കുക. അതെങ്ങനെ ശരിയാവാ? അതാണ് എല്ലാ രംഗത്തുള്ളത്. തൊഴിലാളി മുതലാളി ബന്ധങ്ങളിൽ നോക്കൂ നിങ്ങൾ. തൊഴിലാളികൾ സമരം ചെയ്ത് അവകാശങ്ങൾ നേടിയെടുക്കാൻ മരണം വരെ പൊരുതും ഞങ്ങൾ എന്നാ പറയുന്നത്. അവകാശങ്ങൾ ഒരുപാട് നേടിയെടുക്കാനുണ്ട്, കിട്ടേണ്ടതാ അവകാശങ്ങൾ. മുതലാളിക്ക് അങ്ങോട്ട് ചെയ്തു കൊടുക്കേണ്ട കടമ ചെയ്തോ? അതൊരു തൊഴിലാളി ചിന്തിക്കുന്നില്ല. മുതലാളിയുടെ കാര്യം ചിന്തിക്കും. നമുക്കതിന്റെ തൗഫീക്ക് നൽകുമാറാകട്ടെ. മുത്തഖീങ്ങളായി കൊണ്ട് ജീവിച്ച് മരിക്കുവാൻ അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നാളെ പരലോകത്ത് ഒരുമിച്ച് നിൽക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത വേദനകളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലുമുള്ള സമാധാനം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ.